Okay. Good morning. Anjita Amal Ravindran. Sir, good morning. Okay, thank you. So in the last class, we were discussing about delayed branch concept. Okay, diagram നോക്കുക. Concept ഇതായിരുന്നു. Normal flow of the program. Inside the loop, we have instruction, branch instruction. So branch instruction need one more clock cycle to make the decision. Based on the decision, it can try next. Next means next loop ആണ്. Or it can go to starting of the loop. Inside the loop തന്നെ അതിനെ iterate ചെയ്യാൻ പറ്റും. അപ്പം ബ്രാഞ്ച് ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ഡിലേ നമുക്ക് ഇവിടെ നോർമൽ കേസിൽ ഇല്ല. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം തന്നെ അതെന്ത് ചെയ്യുന്നു, ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ അത് ഫെച്ച് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ഡിസിഷൻ ഡിലേ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഡിലേഡ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്നു. ഹിയർ ഇറ്റ് ഈസ് ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ ആണ് അതിനുവേണ്ടി നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഷിഫ്റ്റ് ലെഫ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നു, അതേ സമയത്ത് ബ്രാഞ്ച് ഡിസിഷൻ എടുക്കുന്നു. ആ ഒരു ഗ്യാപ്പ് ആ ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ കിട്ടുന്നു. അപ്പൊ അതിനുള്ള ഒരു ടൈമിംഗ് ഡയഗ്രാം നമുക്ക് നോക്കാം. ഇതാണ് ആ ഒരു ഡയഗ്രാം. ഞാനിത് ഫുൾ സ്ക്രീൻ ഇടാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ഡിക്രിമെന്റ്. ഡിക്രിമെന്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ഫെച്ച്ഡ് ഫ്രം ദി മെമ്മറി. ദെൻ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ അവിടെ നമ്മൾ ബ്രാഞ്ചിങ് ആണ് പെർഫോം ചെയ്യുന്നത്. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഫെച്ച്ഡ് ഫ്രം ദി മെമ്മറി. സെയിം ടൈം ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ആ ഡിലേഡ് ഇൻസ്ട്രക്ഷനും മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ ഫെച്ച് ചെയ്തു. തേർഡ് ക്ലോക്ക് സൈക്കിൾ അത് ഫെച്ച് ചെയ്തു. ഇനി ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത സമയത്ത് ഡ്യൂറിങ് എക്സിക്യൂഷൻ അത് മനസ്സിലാക്കുന്നു, അതിനെ തിരിച്ച് ലൂപ്പിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യാം, ലൂപ്പിലേക്ക് പോയി വീണ്ടും ഡിക്രിമെന്റ് ചെയ്തിട്ട് ഡിക്രിമെന്റ് വാല്യൂ വീണ്ടും ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ നമ്മുടെ ആ സ്റ്റേറ്റ്മെന്റ്സ് തന്നെ അതിന് റൺ ചെയ്യാൻ പറ്റും. നോക്കുക, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡാണ് നമ്മൾ പറയുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാം ആണ് പറയുന്നത്. ഫസ്റ്റ് ഡിക്രിമെന്റ് ബ്രാഞ്ച് ഷിഫ്റ്റ്. ഡിക്രിമെന്റ് ബ്രാഞ്ച് ഷിഫ്റ്റ് അത് നിങ്ങൾ ഓർക്കുക. കണ്ടോ, ഡിക്രിമെന്റ് ബ്രാഞ്ച് ഷിഫ്റ്റ് പെർഫോം ചെയ്യുന്നു. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ടൈം കിട്ടുന്നു. ഡിസിഷൻ വേണമെങ്കിൽ ഇറ്റ് ക്യാൻ ടേക്ക് ദി ബ്രാഞ്ച്, വീണ്ടും അത് ഡിക്രിമെന്റ് ബ്രാഞ്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇനി വീണ്ടും ബ്രാഞ്ച് വരുമ്പം അത് ബ്രാഞ്ച് ടേക്കൺ ചെയ്യാണ്ട് ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ കണ്ടോ, ഡിലേ സ്ലോട്ട് കഴിഞ്ഞ ഉടനെ അതിന് ആഡ് എന്ന് പറയുന്ന സ്ലോട്ടിലേക്ക് പോകാം. എവിടെയും മിസ്സാവുന്നോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡിലേ വരാനോ പൈപ്പ് ലൈനിങ്ങിന് മോശമായ ഒരു ഇമ്പാക്ട് ഉണ്ടാവാനോ ഒന്നും സാധ്യതയില്ല. ബിക്കോസ് വി ഹാവ് എ ഡിലേ സ്ലോട്ട്. ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിലേ സ്ലോട്ട് ഉള്ളത് കൊണ്ട് ആ ഒരു പൈപ്പ് ലൈനിങ് ഫ്ലോ ഇവിടെ കറക്റ്റ് പോകുന്നുണ്ട്. മനസ്സിലായോ ഡയഗ്രാം? അഞ്ജിത, അനൂജ. അഞ്ജിത ഒന്ന് ഓൺലൈൻ വന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അമൽ രവീന്ദ്രൻ. Sir. അമൽ ഇത് നോക്കുക. നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഇതാണ്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഡിക്രിമെന്റ് ഇൻസ്ട്രക്ഷൻ, സെക്കൻഡ് ബ്രാഞ്ച്, ദെൻ തേർഡ് ഷിഫ്റ്റ് ലെഫ്റ്റ്, ഫോർത്ത് ഇൻസ്ട്രക്ഷൻ ഈസ് ആഡ്. ക്ലിയർ അല്ലേ? 4 ഇൻസ്ട്രക്ഷൻ. വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. നോക്കുക. ദെൻ ബ്രാഞ്ച് Clear. ബ്രാഞ്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ ഷിഫ്റ്റ് ലെഫ്റ്റ് പെർഫോം ചെയ്യുന്നു. അത്രേ ഇവിടെ നമ്മൾ പറയുന്നുള്ളൂ. കണ്ടോ, ഡിക്രിമെന്റ് ബ്രാഞ്ച് ഷിഫ്റ്റ് ലെഫ്റ്റ്. സപ്പോസ് അത് ബ്രാഞ്ച് എടുക്കുന്നില്ല, തിരിച്ച് ലൂപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ കണ്ടോ, സപ്പോസ് അത് ബ്രാഞ്ച് എടുക്കുന്നില്ല, തിരിച്ച് ലൂപ്പിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ എഗെയിൻ ഇറ്റ് ഈസ് ഡിക്രിമെന്റ്, ദെൻ വീണ്ടും ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനിലേക്ക് തന്നെ വരും. അതാണ് ഇവിടെ പറയുന്നത്. എഗെയിൻ ഇറ്റ് ഈസ് ഡിക്രിമെന്റിങ്, എഗെയിൻ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനിലേക്ക് വന്നു. ദെൻ ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ബ്രാഞ്ച് ടേക്കൺ ആണ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനിലേക്ക് പോകുന്നു. കണ്ടോ, ഷിഫ്റ്റ് ലെഫ്റ്റ് കഴിഞ്ഞു, തിരിച്ച് ലൂപ്പിലേക്ക് വരുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു നെക്സ്റ്റ് ആഡ് എന്ന് പറയുന്ന ലൂപ്പിലേക്ക് പോകുന്നു. ഇതാണ് ഈ ടൈമിംഗ് ഡയഗ്രാം. ക്ലിയർ ആണോ? അമലിന് ഇതൊന്ന് പറയാൻ പറ്റുമോ? Sir, clear. ഓക്കെ. അനീഷ്, അശ്വിൻ, ജഗദീഷ്, ക്ലിയർ ആണോ? അശ്വിൻ, ഹൃദുൽ എം ബി ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹൃദുൽ.
ഓക്കെ, അപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡിക്രിമെന്റ് ഓപ്പറേഷൻ ഈസ് പെർഫോമിംഗ്, അഗൈൻ ഇറ്റ് ഈസ് ടേക്കിംഗ് ബ്രാഞ്ച് ഈക്വൽ ടു 0, ഷിഫ്റ്റ് ലെഫ്റ്റ്. ബ്രാഞ്ച് 0 ആണെങ്കിൽ ലൂപ്പിലേക്ക് പോകണം, ഇനി അല്ല എങ്കിൽ തിരിച്ച് നെക്സ്റ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനിലേക്ക് വരണം. അത്രേ ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ പറയുന്നുള്ളൂ. ഡിലേ സ്ലോട്ട് ബ്രാഞ്ച് 0 ആണെങ്കിൽ അഗൈൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ലൂപ്പ്, വീണ്ടും ഡിക്രിമെന്റ്, ദെൻ ബ്രാഞ്ച് പെർഫോം ചെയ്യുന്നു. ഇനി അല്ല എങ്കിൽ ആഫ്റ്റർ ഡിലേ സ്ലോട്ട് കഴിഞ്ഞ ഉടനെ അതെന്ത് ചെയ്യുന്നു, ആഡ് എന്ന് പറയുന്ന നമ്മുടെ നെക്സ്റ്റ് ലൂപ്പിലേക്ക് ഉണ്ടോ, ആഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഈ സാധനത്തിലേക്കാണ് പ്രോഗ്രാം കൺട്രോൾ പോകുന്നത്. ഈ രീതിയിലാണ് അതിന്റെ ടൈമിംഗ് ഡയഗ്രാം വരക്കുന്നത്. ഓക്കെ, ആ ഡയഗ്രാം ഒന്ന് നിങ്ങൾ നോക്കുക, ടൈമിംഗ് ഡയഗ്രാം ഒന്ന് നോക്കുക. ഫോണിലൊന്ന് സൂം ചെയ്തൊന്ന് നോക്കുക ടൈമിംഗ് ഡയഗ്രാം. നമ്മൾ ഇന്നലെ നോട്ട് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ക്യാൻ മേക്ക് ഡിസിഷൻ അറ്റ് ലൂപ്പ് ഓർ നെക്സ്റ്റ്, അത് നമ്മൾ ഓൾറെഡി നോട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എഴുതുക, ബ്രാഞ്ച് പ്രഡിക്ഷൻ. ബ്രാഞ്ച് പ്രഡിക്ഷൻ. അരുന്ധത്, ഞാൻ ഓഡിബിൾ അല്ലേ അരുന്ധത്? ഓക്കെ അരുന്ധത്, താങ്ക് യു. ബ്രാഞ്ച് പ്രഡിക്ഷൻ നമ്മൾ പറയാൻ പോകുന്നത്, വി ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് 20% ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആവാം. ബ്രാഞ്ച് എന്ന് പറയുമ്പം ഗോ ടു ലൂപ്പ് മാത്രമല്ല, ദർ ഇസ് എ ചാൻസ് ഓഫ് വൈൽ ലൂപ്പ്. ലൂപ്പ് ബ്രാഞ്ച് പറയാൻ കാരണം എന്താ, ലൂപ്പ് ട്രൂ ആണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് വന്ന് വി ഹാവ് ടു ഐട്രേറ്റ്, ആ ഒരു ടാസ്ക് നമ്മൾ പെർഫോം ചെയ്യണം. ഇനി ഫോർ ലൂപ്പ് ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലേക്കൊക്കെ നമ്മൾ പോയിട്ട് ആ ലൂപ്പ് നമ്മൾ ഐട്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നോർമലി നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രാഞ്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. എന്തുകൊണ്ടാണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടി വരുന്നത്? കാരണം ബ്രാഞ്ച് ടാർഗറ്റിലേക്ക് പോകുന്ന ആ സമയത്ത് നമ്മൾ ഫെച്ച് ചെയ്ത എല്ലാ ഇൻസ്ട്രക്ഷനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റീകോൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കേണ്ടി വരും. പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സെറ്റ് ഓഫ് ഹാർഡ്വെയർ നമ്മുടെ കയ്യിലുണ്ട്, അതിന് ഇൻസ്ട്രക്ഷനെ പാരലി 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇതിനെയാണ് നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. നോർമലി ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, പിന്നെ ഒന്ന് ചെയ്യുന്നു, അതിന് പകരം 1 by 1 ആയിട്ട് വേഗം വേഗം നമുക്ക് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനെയായിരുന്നു നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞത്. ഇനി സപ്പോസ് നമ്മളൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പൈപ്പ് ലൈനിൽ വന്നു കഴിഞ്ഞാൽ, ഹാർഡ്വെയറിൽ വന്നു കഴിഞ്ഞാൽ, അതിനുശേഷം ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാ? ഇതൊരു ബ്രാഞ്ച് ആയതുകൊണ്ട് നെക്സ്റ്റ് അതിന്റെ കൺട്രോൾ പോകുന്നത് സാധാരണ ബ്രാഞ്ചിലേക്കായിരിക്കും പോകുന്നത്. അപ്പം ഈ ഒരു ഡിലേ ആണ് നമ്മൾ ഫേസ് ചെയ്ത പ്രോബ്ലം. അപ്പം നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ബ്രാഞ്ച് ആണെന്ന് ഓൾറെഡി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അസോസിയേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നോർമലി നമ്മുടെ ഹാർഡ്വെയർ അതിനെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സാധാരണ ബ്രാഞ്ച് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ 1 by 1 ആയിട്ട് ഇൻസ്ട്രക്ഷനെ ഹാർഡ്വെയർ കൺസിഡർ ചെയ്ത് ഫെച്ച് ചെയ്തെടുക്കാം. എന്താ പറയുന്നത്? സിംപ്ലസ്റ്റ് ഫോം, ബ്രാഞ്ച് വിൽ നോട്ട് ടേക്ക് പ്ലേസ് ആൻഡ് കണ്ടിന്യൂ ടു ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഇൻ സീക്വൻഷ്യൽ അഡ്രസ്. ബ്രാഞ്ച് വന്നാലും ആ ബ്രാഞ്ച് ട്രൂ ആണെങ്കിലൊക്കെ അല്ലേ ടേക്കൺ ചെയ്യുള്ളൂ. ബ്രാഞ്ച് ടേക്ക് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എടുത്തു, പിന്നെ മെമ്മറിയിൽ നിന്ന് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്, അതിനെ നമ്മൾ എടുത്തു, സാധാരണ പോലെ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫെച്ച് ചെയ്ത് പോകും. ഇനി ബ്രാഞ്ച് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ചെയ്താൽ മതി. ബ്രാഞ്ച് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കുക. ഇഫ് ഇറ്റ് ഈസ് ട്രൂ, അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ഹാർഡ്വെയറിന് ചെയ്യണം. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്താണെന്ന് വെച്ചാൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനിൽ നിൽക്കുമ്പം നമ്മൾ വേറൊരു ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടാവുമല്ലോ, ആ ഇൻസ്ട്രക്ഷൻ നമ്മുടെ റിസോഴ്സിനെയോ അല്ലെങ്കിൽ മെമ്മറിനെയോ ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അപ്ഡേറ്റ് ചെയ്താൽ എന്താ കുഴപ്പം, ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോകേണ്ടത് ബ്രാഞ്ചിലേക്കാണ്. ഇൻ ബിറ്റ്വീൻ നടന്ന ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ എന്തെങ്കിലും വാല്യൂസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷനിൽ അത് പ്രോബ്ലം ആയിരിക്കും. ഒന്നുകൂടി പറയാം, നമ്മൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് നമ്മൾ എടുത്തു എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വേറൊരു ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യുന്നുണ്ട്, അത് മെമ്മറിയിലും രജിസ്റ്ററിലൊക്കെ എന്തെങ്കിലും വാല്യൂ അപ്ഡേറ്റ് ചെയ്താൽ അത് പ്രോബ്ലം ആണ്. എന്തുകൊണ്ടാ?
നമ്മളിപ്പം കൺസിഡർ ചെയ്ത ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ് ശരിക്കും റണ്ണ് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു കൺസിഡറേഷൻ ആണ് നമ്മൾ ബ്രാഞ്ചിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ആദിത്യ, ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞു നോക്കിയേ, റിപ്പീറ്റ് ചെയ്ത് നോക്കിയേ. അഖിൽ സി വി ഓർ അഖിൽ കെ? ആദിത്യ ഒന്ന് പറഞ്ഞേ, എന്താ ശ്രദ്ധിക്കേണ്ടത് നമ്മള്? ബ്രാഞ്ച് സിംപ്ലസ്റ്റ് ഫോം ആയിരിക്കും നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത്. അഖിൽ സി വി ഒന്ന് പറഞ്ഞു നോക്കിയേ. അഖിൽ സി വി, അഖിൽ കെ. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ബ്രാഞ്ച് നമ്മൾ ടേക്കൺ ചെയ്തു. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ബ്രാഞ്ച് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഏതെങ്കിലും ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതായത് ഡിസിഷൻ ട്രൂ ആണെങ്കിൽ അതിന് ബ്രാഞ്ച് ചെയ്യണം. ഇൻ ബിറ്റ്വീൻ വേറെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് മെമ്മറിനെയോ രജിസ്റ്റേഴ്സിനെയോ ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ വിടരുത്. വിട്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? വാല്യൂസ് ചേഞ്ച് ആയി. ആക്ച്വലി നമ്മൾ പെർഫോം ചെയ്യേണ്ടത് എന്തായിരുന്നു? ബ്രാഞ്ചിങ് ആയിരുന്നു. ശരിയല്ലേ? അപ്പം ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യണം. അതൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണോ അതോ ഡിസിഷൻ ബ്രാഞ്ച് ടേക്കൺ ചെയ്യോ ഇല്ലയോ എന്ന് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതെങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പ്രീവിയസ്ലി ഒക്കെ വരച്ച ഒരു ഡയഗ്രാം തന്നെയാണിത്. I2 ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വി ആർ ടേക്കിംഗ് ബ്രാഞ്ച് ടാർഗറ്റ് IK ആണ്. അപ്പോൾ ഈ ബ്രാഞ്ച് ടാർഗറ്റിലേക്ക് പോകുന്ന ടൈമിൽ ഇഫ് ഇറ്റ് ഈസ് ഫെച്ചിങ് 2 ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി വി ഹാവ് ടു റോൾ ബാക്ക് ദീസ് 2 ഇൻസ്ട്രക്ഷൻ. ബ്രാഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫെച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? പൈപ്പ് ലൈനിൽ നിന്ന് ഒഴിവാക്കണം. എന്നിട്ട് നമ്മൾ ബ്രാഞ്ച് ടാർഗറ്റിനെ വേണം ഫെച്ച് ചെയ്യാൻ. ഈ ഒരു കാര്യം ക്ലിയർ അല്ലേ? അനിരുദ്ധ്, അഞ്ജിത, അനുപമ, നബിൽ, നന്ദ, സാരംഗ്. ഓക്കെ, ഈ ഡയഗ്രാം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഫെച്ച് ചെയ്ത 2 ഇൻസ്ട്രക്ഷൻ നമ്മൾ ഒഴിവാക്കും. ഇനി നമ്മൾ എങ്ങനെ ബ്രാഞ്ചിങ്ങിനെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ സ്പാർക്ക് മെഷീനിലൊക്കെ ഏറ്റവും ബിഗിനിങ്ങിൽ നമ്മൾ ബ്രാഞ്ചിങ് ഐഡന്റിഫൈ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു ബിറ്റ് വാല്യൂ അവിടെ കൺസിഡർ ചെയ്യും. ബിറ്റ് വാല്യൂ എന്ന് പറയുമ്പം നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻ വരുമ്പോഴും ഒരു അഡ്രസ്സ് ഉണ്ടാവുമല്ലോ. അപ്പം ബ്രാഞ്ച് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രോഗ്രാം കൗണ്ടർ അഡ്രസ്സ് എന്തായിരിക്കും? ബ്രാഞ്ച് മെമ്മറിയിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കറന്റ്ലി ഉള്ള ഒരു മെമ്മറിനേക്കാൾ കൂടുതലോ കുറവോ ആയിരിക്കും ബ്രാഞ്ച് ചെയ്യുമ്പം പ്രോഗ്രാം കൗണ്ടറിന്റെ അഡ്രസ്സ്. ഒന്നുകൂടി പറയാം, ബ്രാഞ്ചിങ് എന്ന് പറയുന്നത് നോർമൽ ഫ്ലോയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലായിരിക്കും ബ്രാഞ്ച് ഉണ്ടാവുക. അത് നിങ്ങൾക്കറിയാം. അപ്പം പ്രോഗ്രാം കൗണ്ടർ നോർമലി 1000, 1004, 1008 വന്നു. പെട്ടെന്നൊരു 2000 എന്ന് പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ ഡീകോഡർ യൂണിറ്റിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മനസ്സിലാവും അതൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പം ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വരുമ്പം അതെന്ത് ചെയ്യും? ഒരു ബിറ്റ് വാല്യൂ 1 ആയിട്ടോ അല്ലെങ്കിൽ 0 ആയിട്ടോ സെറ്റ് ചെയ്യും. അപ്പം ആ ബിറ്റ് വാല്യൂ ഐഡന്റിഫൈ ചെയ്തിട്ട് ബാക്കിയുള്ള ഹാർഡ്വെയർ യൂണിറ്റിനൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ, ഇപ്പം ബ്രാഞ്ച് പ്രഡിക്ഷൻ എന്ന് എഴുതുക. ബ്രാഞ്ച് പ്രഡിക്ഷൻ ഹൈഫൺ എഴുതുക. യൂസിങ് 1 ബിറ്റ് വാല്യൂ, യൂസിങ് 1 ബിറ്റ് വാല്യൂ. നെക്സ്റ്റ് ലൈനിൽ എഴുതാം ഹാർഡ്വെയർ ക്യാൻ ഒബ്സർവ് this bit value which set only when target address is lower or higher than that of branch instruction. Target address is higher than or lower than that of branch instruction. Higher than or lower than that of branch instruction.
ഇനി നമ്മൾ പറഞ്ഞ കാര്യം ജസ്റ്റ് ഞാനൊന്ന് വരച്ചു നോക്കാം, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ നോർമലി ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വരികയാണ്. വിച്ച് മീൻസ് സപ്പോസ് ഇറ്റ് ഈസ് 1000, ഇതൊരു 1000 ആണെങ്കിൽ നെക്സ്റ്റ് വിൽ ബി 1004, ദെൻ നെക്സ്റ്റ് വിൽ ബി 1008. ഇത് ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ്. ദിസ് ഈസ് മൈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. ഈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് മനസ്സിലായി ഇത് 2000ലേക്കാണ് ബ്രാഞ്ച് ചെയ്യേണ്ടത്, ഗോയിങ് ടു 2000. അപ്പൊ അതിന് മനസ്സിലാവും ദിസ് 2000 ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് നോർമൽ വാല്യൂ, നോർമൽ ഉള്ളതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ അതിന് മനസ്സിലാക്കാം നെക്സ്റ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു പെർഫോം എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. അപ്പൊ അതൊരു ബിറ്റ് വാല്യൂ ഓൾറെഡി 0 ആണെങ്കിൽ അതിനെ 1 ആക്കിയിട്ട് സെറ്റ് ചെയ്യും. ഓൾറെഡി 1ലായിരുന്നു ആ ബിറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യും. സോ ബൈ ഒബ്സർവിങ് ദിസ് ബിറ്റ് വാല്യൂ ഹാർഡ്വെയറിന് മനസ്സിലാക്കാം അതിന് പെർഫോം ചെയ്യേണ്ടത് ഇനി ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ്. മനസ്സിലായോ? നോർമൽ പ്രോഗ്രാം അഡ്രസ്സിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അഡ്രസ്സിലേക്ക് പോകണമെന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മളൊരു ബിറ്റ് വാല്യൂ അവിടെ ചേഞ്ച് ചെയ്യും. ബേസ്ഡ് ഓൺ ദാറ്റ് ബിറ്റ് വാല്യൂ നമുക്ക് മനസ്സിലാക്കാം അതിനൊരു ബ്രാഞ്ചിങ് പെർഫോം ചെയ്യണം. ക്ലിയർ അല്ലേ? ഋത്തിക്, സുനിൽ, സിഷാജ്. ഓക്കെ ഡാ സെവനെ, താങ്ക് യു. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ എഴുതാം. ബ്രാഞ്ച് പ്രഡിക്ഷൻ. നെക്സ്റ്റ് ഓപ്ഷൻ എഴുതാം ബ്രാഞ്ച് പ്രഡിക്ഷൻ യൂസിങ് ഡൈനാമിക് അപ്രോച്ച്. ബ്രാഞ്ച് പ്രഡിക്ഷൻ യൂസിങ് ഡൈനാമിക് അപ്രോച്ച്. നമുക്കതിനെ ഡൈനാമിക് ബ്രാഞ്ച് പ്രഡിക്ഷൻ എന്ന് പറയാം. ബ്രാഞ്ച് പ്രഡിക്ഷൻ യൂസിങ് ഡൈനാമിക് അപ്രോച്ച്, അതിനെ നമുക്ക് ഡൈനാമിക് ബ്രാഞ്ച് പ്രഡിക്ഷൻ എന്ന് പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈനാമിക് ബ്രാഞ്ച് പ്രഡിക്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ലൈനിൽ ഒരു സെന്റൻസ് അവിടെ എഴുതി വെക്കുക, എന്നിട്ട് നമുക്ക് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഡൈനാമിക് ബ്രാഞ്ച് പ്രഡിക്ഷൻ ഒരു സെന്റൻസ് അവിടെ എഴുതി വെക്കുക. Here decision is made based on branch prediction history. Based on branch prediction history. Processor keep track of branch decision every time. Processor keep track of branch decision every time. Next line എഴുതാം. Here we have two state. branch decision workout ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് സ്റ്റേറ്റ് ഉണ്ട്. First one LT. Branch is likely to be taken. Branch is likely to be taken. Second one LNT. Branch is likely not to be taken. Second state, branch is likely not to be taken. ഓക്കെ, ഇത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറയാൻ പോകുന്നത് ഡൈനാമിക് ബ്രാഞ്ച് പ്രഡിക്ഷൻ ടെക്നിക് ആണ്. അപ്പൊ ഡൈനാമിക് ബ്രാഞ്ച് പ്രഡിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ പ്രീവിയസ്ലി ആ ഒരു ബ്രാഞ്ചിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടോ, ടേക്കൺ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ടേക്കൺ ആണെങ്കിൽ വീണ്ടും ആ ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വരുമ്പം അതിനെ ടേക്കൺ ചെയ്യും. അപ്പം ഡിസിഷൻ ഈസ് മെയ്ഡ് ബേസ്ഡ് ഓൺ ദി ഹിസ്റ്ററി. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഒന്നുകൂടി പറയാം. നോർമലി നമ്മളൊരു ബ്രാഞ്ച് എടുക്കണോ വേണ്ടയോ, ബ്രാഞ്ച് എടുക്കുമ്പോഴാണല്ലോ നമ്മൾ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ ഒക്കെ കളയേണ്ടി വരുന്നത്. ഇനി എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആദ്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു അപ്രോച്ച്, ഒരു അൽഗോരിതം, ഡൈനാമിക് അപ്രോച്ച് യൂസ് ചെയ്യാൻ പോവാണ്. ഡൈനാമിക് അപ്രോച്ച് എന്ന് പറയുമ്പം ആ ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വരുമ്പം പ്രീവിയസ്ലി നമ്മൾ പ്രോഗ്രാമിൽ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ വന്നപ്പം നമ്മൾ അതിനെ എടുത്തിട്ടുണ്ടോ? ബ്രാഞ്ച് ടേക്കൺ ആണെങ്കിൽ ഹാർഡ്വെയറിന് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രാഞ്ച് അങ്ങ് ടേക്കൺ ചെയ്താൽ മതി.
ഇനി അതിനെ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോട്ട് ടേക്കൺ എന്നുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്ത് വെക്കും. അപ്പൊ പ്രീവിയസ്ലി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ള ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രാഞ്ച് പിന്നീട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം വരക്കുമ്പോൾ, ടേക്കൺ ഓർ നോട്ട് ടേക്കൺ സ്റ്റേറ്റ് ഡയഗ്രാം വരക്കുമ്പോൾ നമുക്ക് രണ്ട് സ്റ്റേറ്റ് ആണുള്ളത്. ബ്രാഞ്ച് ലൈക്ലി ടു ബി ടേക്കൺ, ബ്രാഞ്ച് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈക്ലി നോട്ട് ടേക്കൺ, ബ്രാഞ്ച് എടുത്തിട്ടില്ല. ഈ രണ്ട് സ്റ്റേറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമുക്കതൊന്ന് വരച്ചു നോക്കാം. എല്ലാവരും എന്റെ കൂടെ ഒന്ന് വരക്കുക. നമുക്ക് രണ്ട് സ്റ്റേറ്റ് ഉണ്ട്, ലൈക്ലി നോട്ട് ടേക്കൺ LNT. ഇപ്പുറത്തെ വേറൊരു സ്റ്റേറ്റ് ഉണ്ട് LT, ലൈക്ലി ടേക്കൺ. ഓക്കെ, ഈ രണ്ടും ഒന്ന് വരക്കുക, ഇതുപോലെ ഒന്ന് വരക്കുക. ഓക്കെ, റസ്വിൻ, ഋത്തിക്, സുനിൽ വരച്ചോ? രോഹിത്, രമേശ്, സിഷാജ്. ഇനീഷ്യലി ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ടേക്ക് ചെയ്യുന്നതിന് മുന്നേ LNT എന്ന് പറയുന്നതിലായിരിക്കും നമ്മുടെ സ്റ്റേജ് ഉണ്ടാവും. സ്റ്റേജ് ഇനീഷ്യലി LNTയിൽ ഉണ്ടാവും, ലൈക്ലി നോട്ട് ടേക്കൺ, ബ്രാഞ്ച് ടേക്കൺ ചെയ്യുന്നതിന് മുന്നേ. സപ്പോസ് അതൊരു ബ്രാഞ്ച് ടേക്കൺ ആണ് എങ്കിൽ ട്രൂ വാല്യൂ വന്നാൽ സ്റ്റേറ്റ് ചേഞ്ചസ് ടു LT. ഇങ്ങനെ ഓർക്കുക, സ്റ്റേറ്റ് ചേഞ്ചസ് ടു LT. ഇനി ബ്രാഞ്ച് നോട്ട് ടേക്കൺ ആണെങ്കിൽ LNTയിൽ തന്നെ കീപ്പ് ചെയ്യും. ബ്രാഞ്ച് നോട്ട് ടേക്കൺ, കീപ്പ് ഇൻ LNT. LTന്ന് വീണ്ടും അതേ ഇൻസ്ട്രക്ഷൻ വന്ന് ടേക്കൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും LTയിൽ തന്നെ കീപ്പ് ചെയ്യും. ഇനി LTയിൽ വന്നു, ലൈക്ലി ടേക്കണിൽ വന്നു, ലൂപ്പ് എക്സിറ്റ് ആകുമ്പം ഒരു കണ്ടീഷൻ ട്രൂ ആകുമ്പം, അതുവരെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുമ്പോഴൊക്കെ നമ്മൾ ബ്രാഞ്ച് എടുത്തു. കണ്ടീഷൻ കഴിഞ്ഞ് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ബ്രാഞ്ചിന് പുറത്ത് വരണം, ട്രൂ ആകുമ്പോൾ നമ്മൾ ചിലപ്പം പിന്നെ ബ്രാഞ്ച് ടേക്കൺ ചെയ്യേണ്ടി വരില്ല. ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടി വരും. ഇങ്ങനെയാണ് ലൈക്ലി നോട്ട് ടേക്കൺ, ലൈക്ലി ടേക്കൺ അപ്രോച്ചിൽ നമ്മൾ ബ്രാഞ്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഇതൊന്ന് ജസ്റ്റ് ഡയഗ്രാം ഒന്ന് നോട്ട് ചെയ്യാം. ഈ ഡയഗ്രാം ഒന്ന് നോട്ട് ചെയ്യാം. ഇത് ബ്രാഞ്ച് നോട്ട് ടേക്കൺ BNT, ബ്രാഞ്ച് നോട്ട് ടേക്കൺ BNT. ദിസ് ഈസ് ബ്രാഞ്ച് ടേക്കൺ BT. ബ്രാഞ്ച് നോട്ട് ടേക്കൺ, ബ്രാഞ്ച് ടേക്കൺ. നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. അൽഗോരിതം സ്റ്റാർട്ടഡ് ഇൻ ദി സ്റ്റേറ്റ് LNT. അൽഗോരിതം സ്റ്റാർട്ടഡ് ഇൻ ദി സ്റ്റേറ്റ് LNT. LNTയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അൽഗോരിതം സ്റ്റാർട്ട് ഇൻ സ്റ്റേറ്റ് LNT. When branch is taken, state move to LT. When branch is taken, state move to LT. Otherwise, it remains to state LNT. Remains to state LNT. Next time, when the instruction is encountered, next time when the instruction is encountered, branch is taken only when, branch is taken only when it is in LT. Only when it is in LT. Otherwise, it is predicted as not taken. Otherwise, it is predicted as not taken. നിവേദ്യ ഓൺലൈൻ ഉണ്ടോ? നിവേദ്യ, ഓക്കെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ബാക്കിയുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് ഒന്ന് പറഞ്ഞേ, ഇനീഷ്യലി വി ഹാവ്
LNT സ്റ്റേറ്റ്, ലൈക്ലി നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഉള്ളത്. ശരിയല്ലേ? ആ സപ്പോസ് ഇറ്റ് ഈസ് ടേക്കിംഗ് ദി ബ്രാഞ്ച് നമ്മൾ ടേക്ക് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് ചേഞ്ച് ടു ലൈക്ലി ടേക്കൺ ആയി. ശരിയല്ലേ? ആ സർ. ഇനി വീണ്ടും നമ്മൾ എപ്പോഴെങ്കിലും സെയിം ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്, അതിന്റെ സ്റ്റാറ്റസ് LT-യിലാണ് ഉള്ളത് എങ്കിൽ, വെൻ ദ സെയിം ഇൻസ്ട്രക്ഷൻ ആർ എൻകൗണ്ടേർഡ് ആൻഡ് ദി സ്റ്റേറ്റ് ഈസ് ഇൻ LT-യിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രൂ ആയിട്ടും അത് ടേക്കൺ ചെയ്യുന്നുള്ള ഡിസിഷനിലാണ് ഉള്ളത്. കാരണം ഹിസ്റ്ററി പറയുന്നത് എന്താ, ഓൾറെഡി ആ ഇൻസ്ട്രക്ഷൻ വന്നപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെയും സെയിം ഇൻസ്ട്രക്ഷൻ വരുവാണെങ്കിൽ ആ സ്റ്റാറ്റസ് LT-യിലാണെങ്കിൽ നമുക്ക് സെയിം ഇൻസ്ട്രക്ഷൻ വീണ്ടും ബ്രാഞ്ച് ടേക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഇങ്ങനെയാണ് നമ്മൾ 2 സ്റ്റേറ്റ് ഡയഗ്രത്തിൽ ബ്രാഞ്ച് ടേക്കൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ആ സർ. ഓക്കെ. ബേസ്ഡ് ഓൺ ദി ഹിസ്റ്ററി നമുക്ക് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി ഋത്തിക്, സുനിൽ, രോഹിത്, രമേശ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഷബിൻ, സെവിൻ ക്ലിയർ അല്ലേ? സെവിൻ ആ സാർ, ക്ലിയർ. ഓക്കേടാ, ഓക്കെ. ഇനി ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രത്തിന്റെ പ്രോബ്ലം ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സപ്പോസ് ഒരു ലൂപ്പ് നമ്മൾ കയറി നേരുന്നത്, ഞാനിവിടെ വരച്ചൊരു ലൂപ്പിനുള്ളിൽ കയറി, ലൂപ്പ് സാറ്റിസ്ഫൈഡ് ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? LT എന്ന് പറയുന്ന ലൈക്ലി ടേക്കൺ വെച്ചിട്ട് നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ചെയ്ത് നമുക്ക് വരക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? പക്ഷെ എന്തായാലും ഒരു ലൂപ്പിന് ഒരു എക്സിറ്റ് ഉണ്ടാവുമല്ലോ. ആ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ ബ്രാഞ്ച് എടുക്കൂല, നോട്ട് ടേക്കൺ ആയിരിക്കും. അപ്പൊ ആ ബ്രാഞ്ച് LT-നെ പിടിച്ച് എന്താക്കി വെച്ചിട്ടുണ്ടാവും? LNT, ലൈക്ലി നോട്ട് ടേക്കൺ എന്നുള്ള രീതിയിൽ, പിന്നീട് അതിനെ ബ്രാഞ്ച് എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ അതിനെ ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒന്നുകൂടി പറയാം, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടണം, എന്നാലേ അത് പറഞ്ഞുകൊണ്ട് കാര്യമുള്ളൂ. ലൈക്ലി ടേക്കൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുമ്പം ബേസ്ഡ് ഓൺ ദി ഹിസ്റ്ററി അതിൽ ബ്രാഞ്ച് എടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ബ്രാഞ്ച് എടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ കുറേ സ്റ്റേജസിൽ അത് ട്രൂ ആയി, പക്ഷെ അത് ഫാൾസ് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. എല്ലാ ബ്രാഞ്ചും എക്സിറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. ഒരു കണ്ടീഷൻ എക്സിറ്റ് ആവുമ്പോൾ LT എന്ന് പറയുന്നത് എന്താക്കി വെച്ചിട്ടുണ്ടാവും? അത് പിന്നെ ലൈക്ലി നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇനി സെയിം ഇൻസ്ട്രക്ഷൻ വീണ്ടും വരുവാണെങ്കിൽ കറണ്ട് സ്റ്റേറ്റ് അപ്പൊ എന്തിലാ ഉണ്ടാവുക? LNT-യിലായി പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ ഹാർഡ്വെയറിന് ഒരു കൺഫ്യൂഷൻ വരും. നോർമലി ഞാനിത് റൺ ചെയ്തതാണല്ലോ, ഇപ്പൊ ഇത് എന്താ LNT ആയിപ്പോയത്? ഈ ഒരു സ്റ്റേറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആകെ 2 സ്റ്റേറ്റ് നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ, ലൈക്ലി ടേക്കണും ലൈക്ലി നോട്ട് ടേക്കണും. ആദ്യം ലൈക്ലി നോട്ട് ടേക്കൺ എന്ന് നമ്മൾ ടേക്കൺ ചെയ്തു, കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തു, ലൂപ്പ് കുറേയൊക്കെ എക്സിക്യൂട്ട് ചെയ്തു, ഒരു പ്രശ്നവും. പക്ഷെ ലൂപ്പ് എക്സിറ്റ് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അപ്പം ആ സമയത്ത് വീണ്ടും നമ്മൾ ലൂപ്പ് ടേക്കൺ ചെയ്യുന്നില്ലല്ലോ. എക്സിറ്റ് ആകുമ്പോൾ പിന്നെ നമ്മൾ ആ ലൂപ്പ് എടുക്കുന്നില്ല, അപ്പൊ അത് എഗൈൻ വീണ്ടും LNT-യിൽ എത്തിപ്പോയിട്ടുണ്ടാവും. അപ്പം ഇത്ര നാളും വർക്ക് ചെയ്ത ലൂപ്പ് ഇപ്പൊ LNT-യിലാണ് ഉണ്ടാവുക. ഹാർഡ്വെയറിന് ഒരു പ്രോബ്ലം വരും. LNT-യിൽ ഇത്ര നേരം നല്ല രീതിയിൽ വർക്ക് ചെയ്തു, ടേക്കൺ ചെയ്തു, പെട്ടെന്ന് അത് LNT-യിലായി പോയി. ഇനി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം കുറച്ചൊരു ഐഡിയ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നെക്സ്റ്റ് എഴുതുക. നെക്സ്റ്റ് ഒരു ലൈൻ അവിടെ എഴുതി വെക്കുക. To improve the performance, we have another algorithm that uses 4 states. ഇതാണ് ആ 4 സ്റ്റേറ്റ്സ്. ഒന്ന് എഴുതി വെക്കുക. Strongly likely to be taken, ST. Second one, likely to be taken. Third one, likely not to be taken. Strongly likely not to be taken, SNT, strongly likely not to be taken. നിങ്ങൾ ഇത് മനസ്സിലാക്കുക. എന്തായാലും എടുത്തു, സ്ട്രോങ്ലി മീൻസ് എന്തായാലും എടുത്തു, ലൈക്ലി ടേക്കൺ ബ്രാഞ്ച് എടുത്തു, ജസ്റ്റ് എടുത്തു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. മറ്റേത് സ്ട്രോങ്ലി ലൈക്ലി എന്തായാലും എടുക്കൂല, ചിലപ്പോൾ എടുക്കൂല, അങ്ങനെ ഒരു ചെറിയ ചെറിയ ചാൻസസ് നമ്മൾ കൊടുക്കുന്നു. ഈ ചാൻസസിന്റെ വാല്യൂ നമുക്ക് ഇപ്പൊ മനസ്സിലാവും. ഈ 4 സ്റ്റേറ്റ്സ് ഒന്ന് നോട്ട് ചെയ്യാം.
വിഷ്ണു, വൈഷ്ണ നോട്ട് ചെയ്തോ? നാല് പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ വിഷ്ണു, താങ്ക് യു. ഇനി ഈ ഒരു ഡയഗ്രത്തിലേക്ക് വരാം. ഈ ഡയഗ്രത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. ആ 4 കാര്യങ്ങളുടെ റോള് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ഈ ഒരു ഡയഗ്രത്തിലേക്ക് നോക്കുക. ഹിയർ ഓൾസോ അവർ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് LNT ആണ്, ലൈക്ലി നോട്ട് ടേക്കൺ. ഇനീഷ്യൽ സ്റ്റേറ്റ് LNT, ലൈക്ലി നോട്ട് ടേക്കൺ. ഒന്നും എടുത്തിട്ടില്ല, മീൻസ് തീരെ എടുത്തിട്ടില്ല എന്നുള്ളതല്ല. ഇനീഷ്യൽ സ്റ്റേറ്റ് LNT, ലൈക്ലി നോട്ട് ടേക്കൺ. Then when branch is taken, it goes to ST, മീൻസ് സ്ട്രോങ്ലി ടേക്കൺ. ബ്രാഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ വിച്ച് മീൻസ് സ്ട്രോങ്ലി ടേക്കൺ എന്നാണ്. സ്ട്രോങ്ലി ടേക്കണിലേക്ക് പോകുന്നു. അതർവൈസ് ബ്രാഞ്ച് എടുത്തിട്ടില്ല എങ്കിൽ, ഇഫ് ബ്രാഞ്ച് നോട്ട് ടേക്കൺ, BNT മീൻസ് ബ്രാഞ്ച് നോട്ട് ടേക്കൺ, ഇറ്റ് ഈസ് ഗോസ് ടു SNT, സ്ട്രോങ്ലി നോട്ട് ടേക്കൺ. ഈ 3 സ്റ്റേറ്റ് ഒന്നുകൂടി പറയാം. ഇനിഷ്യൽ വാല്യൂ ഓഫ് ദിസ് അൽഗോരിതം LNT, ലൈക്ലി നോട്ട് ടേക്കൺ ആണ്. ഇഫ് ഇറ്റ് ഈസ് ടേക്കിംഗ് ദി ബ്രാഞ്ച്, BT ആണെങ്കിൽ, ബ്രാഞ്ച് ടേക്കൺ ആണെങ്കിൽ, ഇറ്റ് ഈസ് ഗോയിങ് ടു സ്ട്രോങ്ലി ടേക്കൺ. അതർവൈസ് സ്ട്രോങ്ലി നോട്ട് ടേക്കണിലേക്ക് അത് പോകുന്നു. ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി എപ്പോഴെങ്കിലും സിമിലർ ഇൻസ്ട്രക്ഷൻ വന്നു എന്ന് കരുതുക. സിമിലർ ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷനെ ആ ഹാർഡ്വെയർ ബ്രാഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒന്നിക്കൽ ഇറ്റ്സ് ഇൻ ST സ്റ്റേറ്റ്, അതായത് സ്ട്രോങ്ലി ടേക്കൺ, അല്ല എങ്കിൽ LT സ്റ്റേറ്റ്, ലൈക്ലി ടു ബി ടേക്കൺ. ഈ 2 സ്റ്റേജിൽ ആണെങ്കിൽ മാത്രമേ ആ ഇൻസ്ട്രക്ഷൻ എന്തായിട്ട് കരുതുള്ളൂ? ബ്രാഞ്ച് ആയിട്ട് കരുതുള്ളൂ. ആ ഒരു സെന്റൻസ് എഴുതി വെക്കുക. വെൻ ദി സെയിം ഇൻസ്ട്രക്ഷൻ ഈസ് എൻകൗണ്ടേർഡ്, when the same instruction is encountered, if the state either in LT or ST, if the state either in LT, ഈ ഒരു പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് LT ആണ്, LT or ST, hardware predict the branch will taken, hardware predict that branch will taken. Hardware predict that branch will taken. ഓക്കെ, ഇതിന്റെ ഹാർഡ്വെയർ പ്രെഡിക്റ്റ് ദാറ്റ് ബ്രാഞ്ച് വിൽ ടേക്കൺ. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് പറയാം. ഇത് ഡയഗ്രം നോക്കി അഡ്വാൻറ്റേജ് പറയാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സംഭവം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിറ്റ് വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് LNT എന്ന് പറയുന്ന വാല്യൂയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. ആ ഒരു പ്രോബ്ലം ഇവിടെ നമുക്ക് കുറക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? സ്ട്രോങ്ലി ടേക്കണിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയാണ് ബ്രാഞ്ച് എടുക്കൂല എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോ. സ്ട്രോങ്ലി കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ബ്രാഞ്ച് എടുക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തിയിട്ടുള്ളത്? LNTയിലാണ് എത്തിയിട്ടുണ്ടാവുക. സ്ട്രോങ്ലി നോട്ട് ടേക്കണിൽ നമ്മൾ പറയാണ് ബ്രാഞ്ച് എടുക്കൂല. ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ LNTയിലാണ് എത്തിയിട്ടുണ്ടാവുക. LNTയിൽ വീണ്ടും നമ്മൾ പറയാണ് ഇനിയും ബ്രാഞ്ച് എടുക്കൂല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രോങ് STയിലാണ് എത്തിയിട്ടുണ്ടാവുക. മനസ്സിലാകുന്നുണ്ടോ? അതായത് ചാൻസസിന്റെ ബിറ്റ്വീനിൽ നമുക്ക് വീണ്ടും ഒരു ചാൻസ് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പം LNTയിലോ അല്ലെങ്കിൽ STയിലോ ഒക്കെ കാണുമ്പം ഹാർഡ്വെയറിന് മനസ്സിലാവും ഡിസിഷനിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം ആ ഒരു ചേഞ്ചിന് മീൻസ് 2 വാല്യൂസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻ പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഡയഗ്രം ഒന്ന് നോക്കിയേ എല്ലാവരും. തനുശ്രീ, തേജ, ഈ ഡയഗ്രം ഒന്ന് നോക്കുക.
ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇനീഷ്യലി SNT ഒരു ബ്രാഞ്ച് വന്നു, അവർ പറയാണ് സ്ട്രോങ്ലി നോട്ട് ടേക്കൺ. അതെന്തായാലും ബ്രാഞ്ച് എടുക്കില്ല എന്ന് പ്രെഡിക്റ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇനി പ്രെഡിക്റ്റ് ചെയ്തു, അത് ബ്രാഞ്ച് ടേക്കൺ ആണെങ്കിൽ എന്തായി? നമുക്ക് ഇവിടെ 2 തവണയെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എടുക്കൂല എന്ന് പറയാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ സമയം വരുമ്പോഴേക്കും തന്നെ ബിറ്റ് വാല്യൂ സ്ട്രോങ്ലി ടേക്കൺ ആയിട്ടുണ്ടാവും. അപ്പം പിന്നെ അതിനെ ബേസ് ചെയ്ത്, ആ ഹിസ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോർമൽ ഫ്ലോയിൽ നമുക്ക് ടേക്കൺ ചെയ്യാൻ പറ്റും. ഒന്ന് മനസ്സിലാക്കുക, SNTയിൽ ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ടെന്ന് കരുതുക. അപ്പം ഹാർഡ്വെയർ പറഞ്ഞു ബ്രാഞ്ച് നോട്ട് ടേക്കൺ, ബ്രാഞ്ച് എടുക്കൂല എന്ന് പറഞ്ഞു എന്ന് കരുതാം. ഇനി എടുക്കൂല എന്ന് പറഞ്ഞിട്ട് സപ്പോസ് അത് ബ്രാഞ്ച് ടേക്കൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് LNTയിൽ എത്തിയിട്ടുണ്ട്. LNTയിൽ എത്തുമ്പോൾ ബ്രാഞ്ച് വന്നു, അവർ പറഞ്ഞു ബ്രാഞ്ച് നോട്ട് ടേക്കൺ ചെയ്യില്ല എന്ന് ബിറ്റ് ഐഡന്റിഫൈ ചെയ്തെന്ന് കരുതുക. എന്നിട്ടും അവർ ബ്രാഞ്ച് എടുത്തിട്ടുണ്ട്, വീണ്ടും അത് എങ്ങോട്ട് വരും? സ്ട്രോങ്ലി ടേക്കണിൽ വരും. സ്ട്രോങ്ലി ടേക്കണിൽ വന്നു കഴിഞ്ഞാൽ പിന്നെയും ആ ബ്രാഞ്ച് വരുമ്പം നമുക്ക് എടുക്കൂല എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്റ്റേറ്റ് എന്താണ്? സ്ട്രോങ്ലി ടേക്കൺ ആണ്. സ്ട്രോങ്ലി ടേക്കൺ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അത് ബ്രാഞ്ച് ടേക്കൺ ചെയ്യും. അപ്പം ഇൻ ബിറ്റ്വീൻ ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് 2 ചാൻസസ് നമുക്ക് ഇവിടെ ടേക്കൺ ആണോ അല്ലയോ എന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. തുളസി ഒന്ന് ഓൺലൈൻ വന്ന ഇതൊന്ന് പറഞ്ഞു നോക്കിയേ തുളസി. സെവിൻ ഒന്ന് പറഞ്ഞു നോക്കിയേ സെവിനെ. ആ സാർ പറഞ്ഞത്. ആ, ഇനിഷ്യലി അത് SNTയിലാണ്, സ്ട്രോങ്ലി നോട്ട് ടേക്കൺ. ആ അപ്പൊ ഹാർഡ് പ്രെഡിക്റ്റ് പറയുന്നു. ആ പറഞ്ഞോ. അല്ല സാർ പറഞ്ഞ സാർ. ആ, ഹാർഡ്വെയർ പറയുന്നു ബ്രാഞ്ച് വിൽ നോട്ട് ടേക്കൺ എന്ന് ഹാർഡ്വെയർ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇനി ബ്രാഞ്ച് വിൽ നോട്ട് ടേക്കൺ എന്ന് ഹാർഡ്വെയർ പ്രെഡിക്റ്റ് ചെയ്തു, ആക്ച്വലി അത് ടേക്കൺ ആയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗോസ് ടു LNT. അത് ക്ലിയർ അല്ലേ? ആ സാർ അതെ. ആ, നെക്സ്റ്റ് ടൈമിൽ വീണ്ടും ആ ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ ഹാർഡ്വെയർ പ്രെഡിക്റ്റ് ചെയ്യുന്നു ബ്രാഞ്ച് വിൽ നോട്ട് ടേക്കൺ എന്ന് പ്രെഡിക്റ്റ് ചെയ്തു എന്ന് കരുതുക. ആ പക്ഷെ എന്നാലും ആക്ച്വലി ബ്രാഞ്ച് ടേക്കൺ ആയതുകൊണ്ട് വീണ്ടും നമ്മൾ അവിടെ എത്തി, STയിലെത്തി. അത് ശരിയല്ലേ? അതെ അതെ. ഓക്കെ, ദെൻ ഓൺവേർഡ്സ് നമുക്ക് സെയിം ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർ കറണ്ട് സ്റ്റേറ്റ് ഇപ്പൊ എന്തിലാണുള്ളത്? ST കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പിന്നെ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ബ്രാഞ്ച് ടേക്കൺ ചെയ്യണം. ആ അപ്പൊ ഹാർഡ്വെയറിന് മിസ്പ്രെഡിക്റ്റ് ചെയ്യാനുള്ള 2 ഓപ്ഷൻ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. SNTയിൽ അത് മിസ്പ്രെഡിക്റ്റ് ചെയ്തു, പക്ഷേ നമ്മൾ LNTയിൽ എത്തി. LNTയിൽ നിന്നും അത് മിസ്പ്രെഡിക്റ്റ് ചെയ്താലും നമ്മൾ STയിൽ എത്തി. ദെൻ ഓൺവേർഡ്സ് നമുക്ക് STന്റെ ഡിസിഷൻ വെച്ചിട്ട് ബാക്കി ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ ഒക്കെ നമുക്ക് പ്രഡിക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ സാർ. ക്ലിയർ അല്ലേ? ഏകദേശം ഒന്ന് ക്ലിയർ അല്ലേ? 2 ടൈംസേ മാക്സിമം നമുക്ക് ഇവിടെ മിസ്പ്രഡിക്ഷൻ വരുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്റ്റേജസിലും പ്രഡിക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഷുർ ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് 4 സ്റ്റേറ്റ് അൽഗോരിതം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ജസ്റ്റ് ഓവറോൾ ഒന്നുകൂടി നിങ്ങളോട് പറഞ്ഞുതരാം. നമുക്കിവിടെ 4 സ്റ്റേറ്റ് ഉണ്ട്. മിസ്പ്രഡിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 സ്റ്റേറ്റിൽ വന്നത്. സ്ട്രോങ്ലി ടേക്കണിൽ ഹാർഡ്വെയർ പറഞ്ഞു ബ്രാഞ്ച് ടേക്കൺ ചെയ്യൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ബ്രാഞ്ച് ടേക്കൺ ആയി പോയിട്ടുണ്ടെങ്കിൽ LNTയിൽ എത്തി. LNTന്നും ഹാർഡ്വെയർ പറഞ്ഞു ബ്രാഞ്ച് വിൽ നോട്ട് ടേക്കൺ. പക്ഷെ അത് ടേക്കൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്ട്രോങ്ലി ടേക്കണിൽ എത്തും. സ്ട്രോങ്ലി ടേക്കൺ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഡിസിഷൻ എപ്പോൾ എൻകൗണ്ടർ ചെയ്താലും, ഇൻസ്ട്രക്ഷൻ എൻകൗണ്ടർ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ച് എടുക്കും. ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ഒരു റിവ്യൂ തരിക.